ഒരു കഥ മുഴുവനായി വായിക്കാൻ പോവാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആ കഥ 3-4 പാരഗ്രാഫേ ഉള്ളൂ. ഈ കഥയുടെ പേര് ആൻറ്റിഗണി എന്നാണ്. ആൻറ്റിഗണി സോഫോക്ലിസ് എഴുതിയ ഒരു നാടകത്തിൻ്റെ പേരാണ്. അതിൻ്റെ ഇതിവൃത്തം ഒരു ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ശത്രുപക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു പടയാളിയുടെ മൃതദേഹം ആ യുദ്ധത്തിൽ ജയിച്ച രാജാവ് ശവം അടക്കാൻ പാടില്ല എന്ന് കൽപ്പനയിട്ടു. ഈ മരിച്ചുപോയ യുവാവിൻ്റെ സഹോദരിയായിരുന്നു ആൻറ്റിഗണി. ആൻറ്റിഗണി രാജാവിനെ നിഷേധിച്ച് ശവമടക്കുന്നു. അതിനുശേഷം ആൻറ്റിഗണിയെ രാജാവ് കൊലപ്പെടുത്തുന്നു. ഇത് സോഫോക്ലീസിൻ്റെ വളരെ പ്രശസ്തമായൊരു നാടകമാണ്. ഈ കഥ പ്രസിദ്ധീകരിച്ചത് 1970 അപ്പോൾ 70കളിലെ പ്രക്ഷുബ്ധമായ കാലത്തിൽ സച്ചിദാനന്ദൻ ഒരു ലിറ്റിൽ മാഗസിൻ തുടങ്ങിയിരുന്നു, ജ്വാല എന്ന് പറഞ്ഞ്. അപ്പോൾ ജ്വാലയ്ക്ക് വേണ്ടി എഴുതിയ കഥയാണ്. ജ്വാല ലിറ്റിൽ മാഗസിൻ ആയിരുന്നു, അതുകൊണ്ട് ഈ കഥയും ലിറ്റിലാണ്. ചെവിഞരമ്പുകളിൽ പറച്ചെണ്ടകൾ മൂളിക്കുന്ന ഈ മൂകതയെ തകർക്കുന്നത് നല്ല നല്ല പേരുകളിട്ട് നാം ഓമനിക്കാറുള്ള തെരുവുകളിൽ നിന്ന് തലച്ചുമടുകളായി എത്തുന്ന ശവങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മാത്രമാണ്. അവസാനത്തെ 40 വാട്ട് ബൾബ് കത്തിയടങ്ങുന്ന വെട്ടത്തിൽ ഉള്ളംകൈയിൽ തലയമർന്ന് എൻ്റെ കുഞ്ഞിപ്പെങ്ങളിരുന്നു. നിർവസനരായി കടന്നിരുന്ന എൻ്റെ അനിയന്മാരുടെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചുകൂട്ടിയ ശൈശവം ഓർമ്മിപ്പിക്കുന്ന നിഷ്കളങ്കമായ നഗ്നത മറയ്ക്കാൻ അവൾ 3 പിടി മണ്ണ് വാരിയെടുത്തപ്പോഴാണ് രാജാവിൻ്റെ തിട്ടൂരം കിട്ടിയത്. ഈ മണ്ണും മലകളും അരുവികളും എല്ലാം എൻ്റേതാണ്. കരമടച്ച് ഷീറ്റ് വാങ്ങാതെ അവ തൊടാൻ പാടില്ല. പിന്നെയും ആൻറ്റിഗണി വാശി പിടിച്ച് അവിടെയെല്ലാം ചുറ്റിപ്പറ്റി നിന്നു. നീയാര്? എൻ്റെ അന്യം ചേർന്ന് പോയ നാക്ക് ഒന്നുകൂടി ചലിച്ചു. നിൻ്റെ കൂടപ്പരപ്പുകളുടെ ചുടുകാട് കാട്ടുകാരിയോ, എണീറ്റ് പോ. ഇപ്പോൾ ഇരുട്ടാണ്. വെല്ലെടുത്തും പോയി വ്യഭിചരിക്ക്, അല്ലെങ്കിൽ അരിജനെ കൊല്ല്. ഇത്രയേ ഉള്ളൂ കഥ. ഇനിയൊരു വലിയ കഥയുടെ തുടക്കം മാത്രം വായിക്കാം. ശേഷം എന്ന കഥ. മുകുന്ദൻ. ചില നേരങ്ങളിൽ എൻ്റെ ഭർത്താവ്, ചില നേരങ്ങൾ ഞങ്ങളുടെ 2 കുട്ടികളുടെ അച്ഛൻ, ചില നേരങ്ങളിൽ അവരുടെ രക്ഷകർത്താവ്, ചില നേരങ്ങളിൽ എൻ്റെ അമ്മായിയമ്മയുടെ അരുമയായ 2ാമത്തെ മകൻ, ചില നേരങ്ങളിൽ പ്രേമൻ്റെ ബാല്യകാല സുഹൃത്ത്, ചില നേരങ്ങളിൽ പ്രേമൻ്റെ തന്നെ എതിരാളി, ചില നേരങ്ങളിൽ അടുത്ത കാലത്ത് പരിചയപ്പെട്ട പത്രപ്രവർത്തകൻ അനിൽ സക്സേനയുടെ കൂട്ടുകാരൻ, ചില നേരങ്ങളിൽ ഡൽഹിയിലെ അരങ്ങുകളിൽ നിറഞ്ഞു നിന്ന നാടക നടൻ, ചില നേരങ്ങളിൽ അയാളുടെ പഴയ ലൈക്ക പെൻഡാക്സ് ക്യാമറയുമായി മുഖങ്ങൾ മാത്രം പടം പിടിച്ച് നടന്നവൻ, ചില നേരങ്ങളിൽ ഞാനെന്ന് അഹങ്കരിച്ച വീരസ്യക്കാരൻ, ചില നേരങ്ങളിൽ ലക്ഷ്യമില്ലാതെ മണിക്കൂറുകളോളം തൻ്റെ പഴയ ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ ഓടിച്ചവൻ, ചില നേരങ്ങളിൽ തീർത്തും പരാമുഖൻ, ചില നേരങ്ങളിൽ അയാൾ പണിയെടുത്തിരുന്ന കമ്പനിയുടെ നല്ല മേധാവി, ചില നേരങ്ങളിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഓർത്ത് ബേജാറാകുന്നവൻ, ചില നേരങ്ങളിൽ ആക്രി ബസാറുകളിൽ പുരാവസ്തു തേടി നടന്നവൻ,
ചില നേരങ്ങളിൽ ചിരിപ്പിക്കാത്ത സഹപാഠി ഫലിതകൾ പറയുന്നവൻ, ചില നേരങ്ങളിൽ വിരുന്നുമുറിയിലെ സോഫയിൽ ചടഞ്ഞുകൂടി ആസ്റ്ററിക്സ് കോമിക്കുകൾ വായിക്കുന്നവൻ, ചില നേരങ്ങളിൽ ഹിച്ച്കോക്കിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നവൻ, ചില നേരങ്ങളിൽ ഹത്താവേ ഷർട്ടും ടോമി ഹൈഫിഗർ ടൈയും ധരിച്ച് അഴകുന്നവൻ, ചില നേരങ്ങളിൽ ഹിമക്കട്ടകൾക്കിടയിൽ ചെമ്പുതിളക്കമായി പതുങ്ങിക്കിടക്കുന്ന സിംഗിൾ മാൾട്ട് വിസ്കി ഊറി കുടിക്കുന്നവൻ, ചില നേരങ്ങളിൽ പഴയ തട്ട് ഗ്രാമഫോൺ റെക്കോർഡുകൾ ശേഖരിക്കുന്നവൻ, ചില നേരങ്ങളിൽ എന്നെ സുഖിപ്പിച്ചുകൊണ്ട് കിടക്ക പങ്കിടുന്നവൻ, ചില നേരങ്ങളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കൈയും കലാശവുമായി അഭിനയിച്ചുകൊണ്ട് കഥ പറഞ്ഞു കേൾപ്പിക്കുന്നവൻ, ഒടുവിൽ എല്ലാ നേരങ്ങളിലേക്കുമായി ഒരു കാര്യം ചെയ്തു. മുകുന്ദൻ 2 മാസം മുമ്പ് മരിച്ചു.